ബാലരഞ്ജിത്ത് വിക്രം കൂട്ടുകെട്ടിലെത്തുന്ന തങ്കലാൻ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റുകളും നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത്. താരങ്ങളും അണിയറ പ്രവർത്തകരും ഒക്കെ ചേർന്ന ഓഡിയോ ലോഞ്ച് ഒരു വമ്പൻ പരിപാടിയായിരുന്നു. മാളവിക മോഹനനും പാർവതി തിരുവോത്തും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഓഡിയോ ലോഞ്ചിൽ മാളവിക തങ്കലാനെക്കുറിച്ചും തന്റെ കഥാപാത്രത്തെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകരുടെ ആവേശം കൂട്ടുന്നതാണ്. ആരതി എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ മാളവിക മോഹനൻ വേഷമിടുന്നത്. വളരെ വ്യത്യസ്തമായ ലുക്കിലാണ് മാളവിക ചിത്രത്തിലെത്തുന്നത്. നേരത്തെ എത്തിയ മാളവികയുടെ ലുക്കും പോസ്റ്ററുകളും ഒക്കെ ശ്രദ്ധ നേടിയിരുന്നു. ഓഡിയോ ലോഞ്ച് ചടങ്ങിലായിരുന്നു മാളവിക തന്റെ കഥാപാത്രമായ ആരതിയെപ്പറ്റി സംസാരിച്ചത്. തങ്കലാൻ തന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണെന്നും മനോഹരമായ ഒരു ടീമിനൊപ്പമായിരുന്നു തന്റെ തങ്കലാൻ യാത്രയെന്നും മാളവിക പറയുന്നു. അസാധ്യ താരങ്ങൾക്കൊപ്പമുള്ള 1.5 വർഷത്തെ യാത്രയായിരുന്നു അതെന്നും ആരതിയെ തനിക്ക് തന്നതിന് പാരഞ്ജിത്തിനോട് നന്ദി പറയുന്നുവെന്നും അല്പം ഇമോഷണൽ ആകാതെ ആരതിയെക്കുറിച്ച് തനിക്ക് പറയാനാകില്ല എന്നുമാണ് മാളവികയുടെ വാക്കുകൾ. ഇത്തരമൊരു കഥാപാത്രം തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് നന്ദി. ഇതുപോലെയൊരു കഥാപാത്രം ഇന്ത്യൻ സിനിമയിൽ താൻ കണ്ടിട്ടില്ല എന്നും വിക്രമില്ലായിരുന്നുവെങ്കിൽ ഈ കഥാപാത്രം തനിക്ക് ചെയ്യാനാകില്ലായിരുന്നുവെന്നും മാളവിക പറയുന്നുണ്ട്. തങ്കലാൻ ഒരു ടീം എഫേർട്ട് ആണെന്നും തങ്കലാൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നും താനും അതിനായി കാത്തിരിക്കുന്നുവെന്നും മാളവിക മോഹനൻ ഓഡിയോ ലോഞ്ചിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാളവികയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ആരതി എന്ന കഥാപാത്രത്തിന്റെ പുതിയ ലുക്കും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. അതേസമയം ഓഗസ്റ്റ് 15-നാണ് തങ്കലാൻ റിലീസിനെത്തുന്നത്. 150 കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. വിക്രത്തിന്റെ വമ്പൻ മേക്ക് ഓവർ കൊണ്ട് തന്നെ ചർച്ചയായ ചിത്രമാണ് തങ്കലാൻ. കോളാർ സ്വർണ്ണഖനി പശ്ചാത്തലമായി അണിയിച്ചൊരുക്കിയ പീരിയോഡിക്കൽ ആക്ഷൻ ചിത്രമാണ് തങ്കലാൻ. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി തങ്കലാൻ തിയേറ്ററുകളിലേക്ക് എത്തും. പാർവതി തിരുവോത്താണ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഗംഗമ്മ എന്ന കഥാപാത്രമായാണ് പാർവതി തിരുവോത്ത് വേഷമിടുന്നത്. അതേസമയം തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ മാളവിക മോഹനൻ. മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ചതിന് ശേഷമാണ് തമിഴിലും ഹിന്ദിയിലുമൊക്കെ മാളവിക നിറസാന്നിധ്യമായി മാറിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.